ദേ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കുറച്ച് വട്ടയില കട്ടുകൊണ്ട് വരുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. നല്ലവണ്ണം കഴുകി എടുത്തുകൊണ്ട് നമുക്ക് അടുക്കളയിലോട്ട് കയറാം. രാവിലത്തെ പരിപാടി തുടങ്ങുകയാണ്. കുറച്ച് വരിക്കച്ചക്ക, നല്ല മധുരമുള്ള ചക്കയാണ്. ഞാൻ കൊതി പിടിച്ച് 2-3 എടുത്ത് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടോ. ഇന്നലെ വൈകിട്ട് അടുത്ത വീട്ടിലെ ഒരു ചേച്ചി എനിക്ക് തന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു വാഴയിലയിൽ ഇങ്ങനെ ഇലയുടെ പോലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാഴയില എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ഹൈറ്റിൽ മാനം മുട്ട നിൽക്കും. അതെടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ വട്ടയില എടുക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും ആങ്ങളെയും കൂടെ ഒരു പാചക പരിപാടി നടത്തും കേട്ടോ. കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് ശർക്കരയും തേങ്ങയെല്ലാം കൂടെ എടുത്ത് ചേർത്ത് കുഴച്ച് അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ഒരു വലിയ റബ്ബർ തോട്ടത്തിന് നടുവിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്. അപ്പോൾ അവിടെ എല്ലാം നടന്ന് കുറേ വട്ടയില പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഈ വട്ടയിലയിലോട്ട് ഈ മാവെടുത്ത് പരത്തി ദോശക്കല്ലിലോട്ട് വെച്ച് കുറേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് എടുത്താൽ എന്തോ രുചിയായിരുന്നെന്നറിയാമോ. അതിന് ഞങ്ങൾ ഇലയപ്പരത്തി എന്നായിരുന്നു പറയുന്നത്. അതിൻ്റെ രുചിയൊന്നും നമ്മൾ ജീവിതത്തിൽ മറക്കില്ലല്ലോ. വട്ടയില കാണുമ്പോഴൊക്കെ ഞാനതൊക്കെ ഓർക്കാറുണ്ട്. ഇന്നും അത് ഓർത്തു പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം ഞാൻ ചക്ക നല്ലവണ്ണം അരച്ച് തേങ്ങയും ശർക്കരയും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഉപ്പും അരിപ്പൊടിയാണ് അതിനകത്ത് ചേർത്തത് കേട്ടോ. എല്ലാം കൂടി ആ ചക്കയുടെ നനവിൽ കുഴച്ചെടുക്കും. വെള്ളമൊന്നും ചേർക്കത്തില്ല. എന്നിട്ട് ഈ വട്ടയിലയിൽ ഇതേപോലെ ഒന്ന് വെച്ച് 4 വശവും മടക്കി നമ്മുടെ ഇഡലി പാത്രത്തിലോട്ട് വെച്ച് ആവി കയറ്റിയെടുക്കും. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ടാവും. അത് തുറക്കുമ്പോൾ ഉള്ള ആ ആവി മണം ഭയങ്കര കൊതി പിടിപ്പിക്കും നമ്മളെ കേട്ടോ. ആ വട്ടയിലയുടെയും നെയ്യുടെയും ചക്കയുടെയൊക്കെ ആ മണം ഒന്നിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എത്ര കൊതിയില്ലാത്തവരാണെങ്കിലും ചൂടോടെ കൈ പൊള്ളിച്ച് അത് എടുത്തിരിക്കും. ഞാനും കൊതി പിടിച്ച് എൻ്റെ കൈയൊക്കെ ഇമ്മിണി പൊള്ളി. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്.